സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് സ്മോൾ റെസിപ്പി. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എഗ്ഗ്ലെസ് മയോണൈസ് ആണ്. അതും മുട്ടയില്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മയോണൈസ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഷവർമ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കാറ്. കാരണം കുറേ ഷവർമ ഇൻസിഡൻസ് ഇപ്പോൾ കേട്ടു, പുറത്തുനിന്ന് കഴിച്ചത് ഹെൽത്തി അല്ല, അതുകൊണ്ട് കുട്ടികൾക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം കഴിയുന്നതും ഷവർമ, മയോണൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അപ്പം നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിനോ ഷവർമയ്ക്കോ ഒക്കെ ഡിപ്പായിട്ടും സോസായിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മയോണൈസ് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതും മുട്ടയില്ലാതെ, ഒരുപാട് ഓയിലില്ലാതെ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നമ്മൾ ഒന്ന് പുഴുങ്ങി ഞാനിവിടെ ഒന്ന് ഉടച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. കഴിക്കുമ്പോൾ ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു മയണൈസിൻ്റെ സ്മെല്ല് വരില്ല. കാരണം ചിലർക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന മയണൈസിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഞാൻ മയണൈസ് അധികം യൂസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഷവർമയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഒരു ചെറിയ 2 അല്ലി വെളുത്തുള്ളി, ഒരുപാട് വേണ്ട, 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുഴുങ്ങി അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി അടുപ്പിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്. ഞാൻ ഇച്ചിരി ഒന്ന് മാറ്റുകയാണ്, വെള്ളം ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ. ഒരു 1/4 കപ്പ് എണ്ണ. നമ്മൾ എത്ര എടുത്തോ, ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. 1 ടേബിൾ സ്പൂൺ പാലൊഴിക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, റൂം ടെമ്പറേച്ചറിലുള്ള പാലും റൂം ടെമ്പറേച്ചറിലുള്ള എണ്ണയുമായിരിക്കണം ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കരുത്. വെജിറ്റബിൾ ഓയിൽ വേണം ചേർക്കാൻ. എണ്ണയും പാലും ചേർക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ ആ ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം. ഒന്ന് തണുത്തതും ഒന്ന് ചൂടുള്ളതുമായി കഴിഞ്ഞാൽ മയണൈസ് ശരിയായി വരില്ല. അപ്പം ഒരു 1/4 കപ്പ് എണ്ണ, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ പോലും കാണില്ല തികച്ച. ഒരൽപ്പം കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ചേർക്കാം. ചില്ലി സോസ് ചേർക്കാം. കാരണം ഇച്ചിരി എരിവുള്ള മയണൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. ഒരു 1 ടീസ്പൂൺ വിനെഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പുളിരസം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനെഗർ വരെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഷുഗർ, പിഞ്ച്, ഒരു നുള്ള് സോൾട്ട്, പിഞ്ച് ഓഫ് സോൾട്ട്. കയ്യിലെടുത്ത് ഒരു പിഞ്ച് അങ്ങനെ ഇടാവൂ. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒന്നും ആഡ് ചെയ്യരുത്. കാരണം ഇത് സോൾട്ടി ടേസ്റ്റ് ആയിരിക്കില്ല. നമുക്കിത് ചെറിയൊരു സോൾട്ടിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യണം. പക്ഷേ ചെറിയ മധുരം, ചെറിയ പുളിപ്പ്, അങ്ങനെ ആയിട്ടുള്ള നമ്മൾ മയണൈസ് വാങ്ങുമ്പോൾ കിട്ടുന്നത്. ഇത് നമുക്ക് നല്ല ഫൈൻ, നല്ല ക്രീമി രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള മയണൈസ് 1 മിനിറ്റ് കൊണ്ട് റെഡിയായി. ഇത് നല്ല തൂവെള്ള കളർ ആയിരിക്കേണ്ടതാണ് ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ ഇതിനകത്ത് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ലൈറ്റ് ക്രീം കളറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇത് നമ്മൾ വൈറ്റ് വിനെഗർ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നല്ല തൂവെള്ളയായിരിക്കും. ഇതിപ്പോൾ ഒരു ലൈറ്റ് ക്രീം കളറാണ്. ഇത് നോക്കിക്കേ, നല്ല സോഫ്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ക്രീമി മയണൈസ് വിത്തൗട്ട് എഗ്. എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിക്കേ. ഒരുപാട് ഓയിൽ കഴിക്കാൻ പറ്റാത്തവർക്ക് ഈസിയായി, എഗ്ഗ് ഇഷ്ടമല്ല, എഗ്ഗിൻ്റെ സ്മെല്ല് മയണൈസിൽ ഇഷ്ടമല്ല, പച്ച മുട്ടയല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക്, എല്ലാവർക്കും നോർമലി എഗ്ഗ് നമ്മൾ അത് ഒന്നും വേവിക്കാതെയൊക്കെ പച്ചക്ക് കഴിക്കുമ്പോൾ ഒരു ഹെസിറ്റേഷൻ കാണും. അങ്ങനെയുള്ളവർക്ക് ഈസിയായി, എത്ര പെട്ടെന്നാണ് 1 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഞാൻ ടേസ്റ്റ് ചെയ്തു, വളരെ ടേസ്റ്റിയാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളൂ, വെളിച്ചെണ്ണ ചേർക്കരുത്. നമ്മളുടെ വെജിറ്റബിൾ ഓയിലേ ചേർക്കാവൂ. ടേസ്റ്റി ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള 1 മിനിറ്റ് മയണൈസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതും എഗ്ഗില്ലാതെ, ഓയിൽ അധികമില്ലാതെ. ഹേ ഫ്രണ്ട്സ്,
Hope everyone loves today's very easy 1-minute eggless mayonnaise. If you haven't subscribed yet, please don't forget to subscribe. Please don't forget to press the bell icon too to get the notifications. Thank you. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻസും വ്യൂസുമാണ് ആവശ്യം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി വരും. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ.